വാക്കുകളുടെ രാജാവ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 10 വർഷം. എഴുത്തിലൂടെ മായിക ലോകം വായനക്കാർക്ക് കാട്ടിത്തന്ന പ്രിയ എഴുത്തുകാരൻ ഇന്നും ഓരോ വായന പ്രേമിയുടെയും സ്വകാര്യ അഹങ്കാരമാണ്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിനെ നേരിൽ കണ്ടവരുണ്ടാകില്ല. അയാളുടെ ജന്മനാടായ കൊളംബിയയിൽ പോയവരുണ്ടാകില്ല. അയാളുടെ ഭാഷ സ്പാനിഷ് അറിയുന്നവരും ഉണ്ടാകില്ല. എങ്കിലും മാർക്കസ് മലയാളികൾക്ക് സുപരിചിതനായിരുന്നു. 1955 പുറത്തുവന്ന ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്ഡ് സെയിലറിലൂടെയാണ് മാർക്കസ് സാഹിത്യലോകത്തേക്ക് വരവറിയിച്ചത്. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ അല്പം നാടകീയതയോടെ അവതരിപ്പിച്ച് പത്രപ്രവർത്തകനിൽ നിന്നും അയാൾ എഴുത്തുകാരന്റെ മേലങ്കി എടുത്തണിഞ്ഞു. ശേഷം ഏകാന്തതയുടെ 100 വർഷങ്ങളും കോളറക്കാലത്തെ പ്രണയവും അവസാനമെഴുതിയ അൻറിൽ ഓഗസ്റ്റും അയാളെ സാഹിത്യലോകത്ത് അടയാളപ്പെടുത്തി വെച്ചു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വായനക്കാരുടെ ഭാവനാലോകത്തെ കീഴ്മേൽ മറിച്ച മാജിക്കൽ റിയലിസം എന്ന എഴുത്ത് ശൈലിയിലൂടെ അയാൾ വായനക്കാർക്ക് പ്രിയപ്പെട്ട ഗാബോ ആയി മാറി. അന്നോളമുണ്ടായിരുന്ന എഴുത്തുകാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു അയാൾ. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള അന്തരത്തെ ഇത്ര നന്നായി വരച്ചുകാട്ടിയ മറ്റൊരെഴുത്തുകാരൻ ഉണ്ടാകില്ല. സ്വേച്ഛാധിപത്യം അരങ്ങുവാണിരുന്ന കാലത്ത് തൂലികയ്ക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമെന്ന വെല്ലുവിളി ഉയർന്നു നിൽക്കെ തന്റെ ചാട്ടുളിപ്പോൾ മൂർച്ചയേറിയ തൂലികത്തുമ്പിനാൽ ഗാബോ മറ്റൊരു റിപ്പബ്ലിക് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതയാളെ മലയാളികൾക്ക് കൂടുതൽ പ്രിയങ്കരനാക്കി. 10 വർഷങ്ങൾക്ക് മുൻപ് അന്നൊരു ഏപ്രിൽ മാസത്തിൽ ഇതേ ദിവസം ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ മക്കൊണ്ടയെ ബാധിച്ച അതേ മറവി എന്ന അതേ വ്യാധി ബാധിച്ച പ്രിയപ്പെട്ട ഗാബോ വിടവാങ്ങുമ്പോൾ തൂലിക ചലിക്കാത്ത വെള്ളക്കടലാസ് പോലെ അയാളുടെ മനസ്സും ശൂന്യമായിരുന്നു. അയാളുടെ എഴുത്തിനെയും കഥകളെയും കഥാപാത്രങ്ങളെയും മറവി അയാളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ട ഗാബോ, നിങ്ങൾ മരിക്കുന്നില്ല. നിങ്ങളുടെ കഥകളിലൂടെ നിങ്ങൾ കാട്ടിത്തന്ന എഴുത്തിന്റെ മായികാലോകത്തിലൂടെ നിങ്ങൾ ജീവിക്കും. ഇന്ദുലേഖ രേണു, കൈരളി ന്യൂസ്.